നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എംടെക് പരീക്ഷയിൽ 1ാം റാങ്ക് നേടി അണങ്കൂരിലെ ഹാഷിഫ് ഇക്ബാൽ. റാങ്ക് ജേതാവിന് KCN ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. വില്ലേജ് ഓഫീസർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. കാർഗിൽ വിജയോത്സവവും മുൻ സൈനികരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. യുവ ബ്രിഗേഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രമണി ചേച്ചിയുടെ നാമത്തിൽ ഹ്രസ്വചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്ത് അധികൃതരുടെ കനിവ് കാത്ത് കുമ്പള ബസ് സ്റ്റാൻഡ് സമുച്ചയം. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. കടലിന്റെ മക്കൾക്ക് ഇനി ആഹ്ലാദത്തിന്റെ ദിനങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക്. അണങ്കൂർ കുണ്ടുവളപ്പിൽ റാങ്കിന്റെ പൊൻതിളക്കം. എംടെക് പരീക്ഷയിൽ ഹാഷിഫ് ഇക്ബാലിന് 1ാം റാങ്ക്. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുമാണ് റാങ്ക് നേടിയത്. റാങ്ക് ജേതാവിന് KCN ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഹാഷിഫ് ഇക്ബാൽ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കൺട്രോളിംഗ് കോഴ്സ് എടുത്ത് പഠിച്ച് 1ാം റാങ്കിന് അർഹനായത്. LKG മുതൽ 10ാം ക്ലാസ് വരെ കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിലാണ് ഹാഷിഫ് പഠിച്ചത്. തുടർന്ന് 2 വർഷം +1, +2 എന്നിവ തൃശൂർ IS പബ്ലിക് സ്കൂളിലും പിന്നീട് പൗവേൽ LBSലും പഠിച്ചു. തുടർന്നാണ് മാനേജ്മെന്റ് കോട്ടയിൽ മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന് പഠിച്ചതും റാങ്ക് നേടിയതും. അണങ്കൂർ കുണ്ടുവളപ്പിൽ CK കുഞ്ഞുമാഹിന്റെയും സൈബുന്നസയുടെയും 4 മക്കളിൽ മൂത്ത മകനാണ് ഹാഷിഫ് ഇക്ബാൽ. ഗൾഫിൽ നല്ലൊരു ജോലി ഓഫറായിട്ടുണ്ടെന്നും രക്ഷിതാക്കളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ റാങ്ക് നേടാൻ കഴിഞ്ഞതെന്നും ഹാഷിഫ് ഇക്ബാൽ പറഞ്ഞു. ഇങ്ങനെ റാങ്ക് കിട്ടിയതിൽ വളരെ നല്ല സന്തോഷമുണ്ട്. വീട്ടുകാരും പിന്നെ കുടുംബക്കാരും ഫ്രണ്ട്സും എല്ലാവരും നല്ല രീതിയിൽ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. അപ്പോൾ എംടെക് ചെയ്യാൻ വേണ്ടി തന്നെ നിർബന്ധിച്ചത് വീട്ടിൽ നിന്നാണ്. ആദ്യം എനിക്ക് ചെയ്യാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വീട്ടിൽ നിന്ന് തന്നെ വീട്ടും പിന്നെ എൻ്റെ അങ്കിളും ഉണ്ട്. മുപ്പരെല്ലാവരും നിർബന്ധിച്ചുകൊണ്ട് ഞാൻ മണിപ്പാലിൽ എൻട്രൻസ് എഴുതി അവിടെ എംടെക് ചെയ്യാൻ തീരുമാനിച്ചതാണ്. പിന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുമെന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും, ഫ്രണ്ട്സിനും വീട്ടുകാർക്കും, പ്രത്യേകിച്ച് ഉപ്പയ്ക്കും ഉമ്മയ്ക്കും പിന്നെ ഫാമിലി എല്ലാവർക്കും അള്ളാഹുവിനും എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഭാവിയിൽ ഇപ്പോൾ എനിക്ക് UAE ഗൾഫിൽ പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു നല്ല കമ്പനിയിൽ കിട്ടുകയാണെങ്കിൽ അവിടെ ഒരു ജോബിന് കയറാനാണ് പ്ലാൻ. വില്ലേജ് ഓഫീസർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. നാഷണൽ ട്രസ്റ്റ് ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. ബുദ്ധിവൈകല്യം ബാധിച്ചവർക്കുള്ള നിയമാനുസൃത രക്ഷാകർത്ത നിയമനം നൽകുന്നത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നൽകി. നാഷണൽ ട്രസ്റ്റ് കാസർഗോഡ് ലോക്കൽ ലെവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലായിരുന്നു ക്ലാസ്. ലോക്കൽ ലെവൽ കമ്മിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തവർക്ക് അവർക്കൊരു ലീഗൽ ഗാർഡിയനെ നമ്മൾ വെച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് വളരെ 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 ഉത്തരവാദിത്വം നിറഞ്ഞൊരു ജോലിയാണ്. അവരുടെ പ്രത്യേകിച്ച് പാരന്റ്സ് ഓർഗനൈസേഷൻ പ്രസിഡന്റ് മുഹമ്മദ് മുബാരക് ഹാജി അധ്യക്ഷത വഹിച്ചു. നാഷണൽ ട്രസ്റ്റ് സംസ്ഥാന കോർഡിനേറ്റർ R വേണുഗോപാലൻ നായർ ക്ലാസ് എടുത്തു. ഡെപ്യൂട്ടി കളക്ടർ N ദേവിദാസ്, KV രാമചന്ദ്രൻ മാസ്റ്റർ, ഹരിപ്രസാദി എന്നിവർ സംസാരിച്ചു. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ വേർപാടിൽ യോഗം അനുശോചിച്ചു. കാസർഗോഡ്, മഞ്ചേശ്വരം താലൂക്കുകളിലെ രക്ഷിതാക്കൾക്കും സന്നദ്ധ സംഘടനാ പ്രവർത്തകർക്കും ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഓട്ടിസം, സെറിബ്രൽ പൾസി, ബുദ്ധിമാന്ദ്യം, ബാഹുവൈകല്യം എന്നിവ ബാധിച്ച വ്യക്തികൾക്കായുള്ള നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 അനുസരിച്ച് ഇവർക്കുള്ള സ്വത്തവകാശം വില്ലേജ് ഓഫീസർമാർ മുഖേനയാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. അതുകൊണ്ടാണ് വില്ലേജ് ഓഫീസർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കാർഗിൽ വിജയോത്സവവും മുൻ സൈനികരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. യുവ ബ്രിഗേഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചക്രവർത്തി സുലിബലെ മുഖ്യപ്രഭാഷണം നടത്തി. യുവ ബ്രിഗേഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ കാർഗിൽ വിജയോത്സവവും സൈനികരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. കുമ്പള സിറ്റി ഹാളിലായിരുന്നു പരിപാടി. പ്രമുഖ എഴുത്തുകാരൻ ചക്രവർത്തി സുലിബലെ മുഖ്യപ്രഭാഷണം നടത്തി. ಎರಡನೇದು ದೇಶ ಒಬ್ಬ ಶ್ರೇಷ್ಠ ವ್ಯಕ್ತಿಗೆ ಏನನ್ನು ಕೊಡಬೇಕು
ತಗೊಂಡಿರ್ತಾರೆ, ಅವ್ರ ದೇಶಕ್ಕೆ ಏನೂ ಕೊಟ್ಟಿರಲ್ಲ. ಆದ್ರೆ ಈ ಮನುಷ್ಯ ತಾನು ಕೊಟ್ಟರು, ಸಮಾಜಕ್ಕೆ ಬೇಕಾದಂತ ಒಂದು ಅದ್ಭುತವಾದ ಜೀವನ. ಒಂದೇ ಒಂದು ಘಟನೆಯಿಂದ ನನಗೊಂದು 2 ಸಲ ಅವ್ರ ಜೊತೆ ಸ್ಟೇಜ್ ಶೇರ್ ಮಾಡ್ಕೊಳ್ಳುವಂತ ಮಾತಾಡುವಂತ ಅವಕಾಶ ಸಿಕ್ಕಿತ್ತು. ಪುಣ್ಯವಂತ ಅಂತ ಭಾವಿಸ್ಕೊಳ್ತೀನಿ ನಾನು. ಒಂದು ಘಟನೆ ನೆನಪಿಸ್ಕೊಂಡು ಮುಂದಿನ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಹೋಗೋಣ. ಯಾಕೆಂದ್ರೆ ಬಹುಶಃ ಈ ನೆನಪಿಸ್ಕೊಳ್ಳುವಂತ ಸಮರ್ಥವಾದ ಸಮಯ ಅಂತ. ജില്ലാ അതിർത്തിയായ തലപ്പാടിയിൽ നിന്നും കുമ്പളയിലേക്ക് വിജയരഥയാത്ര നടത്തി. ബുധനാഴ്ചയായിരുന്നു പരിപാടി. ഉമേഷ് പൈ കുമ്പള അധ്യക്ഷത വഹിച്ചു. ഭാരതീയ പൂർവ്വ സൈനിക പരിഷത്ത് അധ്യക്ഷനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ KMK നമ്പ്യാർ, യുവ ബ്രിഗേഡ് സംചാലക് രാമചന്ദ്ര ബല്ലാൾ നാട്ടക്കല്ല്, മഹേഷ് ഏത്തടുക്ക, ഭാവന ശങ്കരി, രംഗനാഥ കുഡ്ലു എന്നിവർ സംസാരിച്ചു. മുൻ സൈനികരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തെ ഫാക്ടറി അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം. പരിസര മലിനീകരണ സമിതിയുടെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ ഫാക്ടറിയിലേക്ക് മാർച്ച് നടത്തി. അനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് പ്രവർത്തിക്കുന്ന വളം ഫാക്ടറി ക്ഷേത്ര പരിസരം മലിനമാക്കുന്നു എന്നാരോപിച്ച് പരിസര മലിനീകരണ സമിതിയും ഹിന്ദു ഐക്യവേദി മഞ്ചേശ്വരം താലൂക്ക് കമ്മിറ്റിയും സംയുക്തമായി ഫാക്ടറിയിലേക്ക് മാർച്ച് നടത്തി. शिवाजी महाराज के जय 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 भारत माता माता के हिंदू धर्म के ശിവഗിരി മഠം സ്വാമിയും ഹിന്ദു ഐക്യവേദി താലൂക്ക് രക്ഷാധികാരിയുമായ സ്വാമി പ്രേമാനന്ദ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രത്തിന് മാത്രമല്ല ഈ പ്രദേശത്തിലെ ജനങ്ങളുടെ സ്വൈര ജീവിതം, അതായത് രോഗവിമുക്തം ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം കൂടി നമുക്ക് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിഷമമുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഒരു പ്രദേശത്തെ ആകെ മുഴുവനും തന്നെ പകർച്ചവ്യാധിയിലേക്ക് വരെ എത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്ന ഒരു വല്ലാത്തൊരു പ്രശ്നമാണിത്. അപ്പോൾ അത് നമ്മൾ അടച്ചു പൂട്ടേണ്ടത് ആവശ്യമാണ്. നമ്മുടെ നാടിന്റെ ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമാണ്, നമ്മുടെ ക്ഷേത്രങ്ങളുടെ ആവശ്യമാണ്. ആ ക്ഷേത്രങ്ങളുടെ പരിശുദ്ധി, ക്ഷേത്രത്തിന്റെ പരിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. NK നാരായണൻ അധ്യക്ഷത വഹിച്ചു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുക്കുകയുണ്ടായി. പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് നിന്നുമാണ് മാർച്ച് ആരംഭിച്ചത്. രാജൻ മുടിയാർ മുഖ്യപ്രഭാഷണം നടത്തി. രഘുരാമ കാളിയങ്ങാട്, രാജേഷ് സൂരംബൈലു, രാമേന്ദ്രൻ മാസ്റ്റർ, സന്ദീപ് ഗട്ടി കുമ്പളെ, വെങ്കടേഷ് ഹെബ്ബാർ, രത്നാകര അനന്തപുരം എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് അധികൃതരുടെ കനിവ് കാത്ത് കുമ്പള ബസ് സ്റ്റാൻഡ് സമുച്ചയം ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന അവസ്ഥയിൽ. യാത്രക്കാർ അപകട ഭീഷണിയിൽ. 100 കണക്കിന് ആളുകൾ വന്നു പോകുന്ന കുമ്പള ബസ് സ്റ്റാൻഡ് സമുച്ചയം അപകടാവസ്ഥയിലായിട്ട് നാളുകളേറെയായി. മേൽക്കൂരയിലെ സിമന്റ് പാളികൾ അടർന്നു വീണിട്ടും ഇരുമ്പ് കമ്പികൾ തുരുമ്പെടുത്ത് നശിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിന്റെ ഫിറ്റ്നസ് ഇല്ലാതെയാണ് കെട്ടിടത്തിൽ ഇപ്പോൾ കച്ചവട വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. 2 നിലകളിലായി പണിത കെട്ടിടത്തിൽ നിരവധി സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു. അപകട ഭീഷണിയെ തുടർന്ന് മുകൾ നിലയിലെ സ്ഥാപനങ്ങൾ ഒഴിഞ്ഞുപോയി. എന്നാൽ താഴത്തെ നിലയിൽ ഇപ്പോഴും കച്ചവട സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഏത് നിമിഷവും നിലംപൊത്താവുന്ന കെട്ടിടത്തിൽ നിരവധി പേരാണ് കയറിയിറങ്ങുന്നത്. കുമ്പള പഞ്ചായത്ത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി വ്യാപാര സമുച്ചയം പണിയുന്നതിനായി ബജറ്റിൽ തുക വകയിരുത്തുന്നുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ ഒഴിഞ്ഞു തരണമെന്ന് വ്യാപാരികൾക്ക് പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇവർ ഒഴിയാൻ തയ്യാറാവുന്നില്ല എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. പുതിയ സ്ഥലം കിട്ടാത്തതാണ് പ്രശ്നമെന്ന് വ്യാപാരികൾ വാദിക്കുന്നു. നിലവിലുള്ള സ്ഥലത്ത് നിന്നും മാറി ബസ് സ്റ്റാൻഡും വ്യാപാര സമുച്ചയം പണിയണമെന്നാണ് പഞ്ചായത്ത് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും നാളുകൾ. 40 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ വീണ്ടും കടലിലേക്ക്. നിരോധന കാലത്ത് വള്ളങ്ങൾക്ക് മീൻ ലഭ്യത കുറഞ്ഞതിനാൽ മത്സ്യത്തൊഴിലാളികൾ ആശങ്കയോടെയാണ് കടലിലിറങ്ങുന്നത്. വർഷകാലത്ത് സുലഭമായി ലഭിക്കുന്ന കണവ, മത്തി, അയല എന്നിവയാണ് പ്രധാനമായും തൊഴിലാളികൾ ലക്ഷ്യമിടുന്നത്. എന്നാൽ ആഴ്ചകളായി മഴ ലഭ്യത കുറവായതിനാൽ ഇതും മത്സ്യത്തൊഴിലാളികളെ ആശങ്കാകുലരാക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ഇൻബോർഡ് വള്ളങ്ങൾക്ക് കാര്യമായ മീൻ ലഭിച്ചില്ല. മത്തി മുട്ടയിടുന്നത് മെയ് മാസത്തിലാണ്. നല്ല മഴ ലഭിച്ചാൽ മാത്രമേ മലമുകളിൽ നിന്ന് വരുന്ന ജൈവാംശങ്ങൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി ലഭിക്കുകയുള്ളൂ. മൺസൂണിൽ മീൻ ലഭിച്ചില്ലെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിലും പ്രതീക്ഷയ്ക്ക് വകയില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. നിരോധന കാലത്ത് ആഴക്കടലിൽ വൻതോതിൽ മീൻപിടുത്തം നടന്നതായി സംശയമുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ബോട്ടുകൾ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്.
ആദ്യ മത്സ്യബന്ധനത്തിൽ തന്നെ നല്ല ഇനം മീനുകൾ കിട്ടിയാലേ സാമ്പത്തിക പ്രതിസന്ധി തീരുകയുള്ളൂ. ചെറുവള്ളങ്ങളുമായി മീൻ പിടിക്കുന്നവർക്കും വറുതിയുടെ നാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. മൊത്തത്തിൽ പറഞ്ഞാൽ സാമ്പത്തിക പരാധീനത പരിഹരിക്കണമെങ്കിൽ കടലിൽ നിന്നും നല്ല കോള് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ. മഞ്ചേശ്വരം കരോട ദേശീയപാതയിൽ കാറുകൾ കൂട്ടിയിടിച്ചു. 4ഓളം പേർക്ക് പരിക്ക്. കാറുകൾ ഭാഗികമായി തകർന്നു. മഞ്ചേശ്വരം കരോട ദേശീയപാതയിൽ കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് യാത്രക്കാർക്ക് പരിക്കേറ്റു. ഉപ്പള സോങ്കാൽ പ്രതാപ് നഗറിലെ മറിയുമ്മ, അബ്ദുൽ ലത്തീഫ്, ഹമീദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഉപ്പളയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന കാറുകളാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ഇരു കാറുകളും ഭാഗികമായി തകർന്നു. ബുധനാഴ്ച വൈകുന്നേരം 5:30യോടെയായിരുന്നു അപകടം നടന്നത്. അപകടത്തെ തുടർന്ന് അരമണിക്കൂറോളം റോഡ് ഗതാഗതം താറുമാറായിരുന്നു. കരോട ദേശീയപാതയിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് നാളുകൾ ഏറെയായെങ്കിലും ഇതേവരെയും നടപടിയുണ്ടാകാത്തത് വൻ പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട്. അപ്രതീക്ഷിതമായി സോഷ്യൽ മീഡിയയിലൂടെ താരപരിവേഷം ലഭിച്ചിരിക്കുകയാണ് തടിയൻ കോവൽ LP സ്കൂൾ അധ്യാപകനായ അരുൺകുമാറിന്. ഈ ലോകത്ത് വൈറലായ രമണി ചേച്ചിയുടെ നാമത്തിൽ എന്ന ഹ്രസ്വചിത്രത്തിൽ പാമ്പിനു മുന്നിലുള്ള അഭിനയമാണ് അരുണിനെ താരമാക്കിയത്. രണ്ടുപേർക്കിടയിലെ സൗഹൃദം പകയിലേക്ക് വഴിമാറുന്നതാണ് രമണിയേച്ചിയുടെ നാമത്തിൽ എന്ന ചിത്രത്തിലെ പ്രമേയം. വഴക്കിനിടയിൽ ഒരാൾ അടുത്തയാളെ പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്നു. ഉഗ്രവിഷമുള്ള മൂർഖൻ പാമ്പുള്ള കിണറായിരുന്നു അത്. അപ്രതീക്ഷിതമായി കിണറിലേക്ക് വീഴുന്ന യുവാവായി അഭിനയിച്ചത് അരുൺ മാഷായിരുന്നു. അല്പം ഭയത്തോടെയും എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷയോടെയും മാത്രം കാണാൻ കഴിയുന്ന ഹ്രസ്വചിത്രമാണിത്. ഭീതിയും ആകാംക്ഷയും ഇടകലർത്തിയുള്ള ഈ ഹ്രസ്വചിത്രം കണ്ടുകഴിഞ്ഞാൽ മൂർഖൻ പാമ്പിന് മുന്നിൽ ജീവൻ പണയം വെച്ച് അഭിനയിച്ച ആ താരം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകഴിഞ്ഞ ഈ ചിത്രത്തിലെ ആ അഭിനേതാവ് നടക്കാവ് സ്വദേശിയാണ്, കുട്ടികളുടെ പ്രിയപ്പെട്ട അരുൺ മാഷ്. നടക്കാവ് നെഹ്റുദ തിയേറ്റേഴ്സിൻ്റെ നാടക സമിതിയിലൂടെയാണ് ഞാൻ ഇതിലേക്ക് വന്നത്, അഭിനയ രംഗത്തേക്ക്. കുറേ നാടകങ്ങൾ, ഏകദേശം 10-15 നാടകങ്ങളിൽ അഭിനയിച്ചു. പിന്നെ 2-3 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് ലിജുവിൻ്റെ ഒരു ഫോൺ കോൾ വരുന്നത്, പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട്, ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ട്. അപ്പോൾ ഒരു പാമ്പിൻ്റെ കൂടെ കുറച്ച് സമയം കിണറിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ധൈര്യം, അവരുടെ കൂട്ടായ്മയും ആത്മാർത്ഥതയൊക്കെ കണ്ട സമയത്ത് എനിക്കതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല. ലിജു തോമസ് ആണ് ചിത്രം സംവിധാനം ചെയ്തത്. മൂർഖനും 2 മനുഷ്യ കഥാപാത്രങ്ങളുമാണ് ചിത്രത്തിലുള്ളത്. പാറൻ ബാബുവാണ് രണ്ടാമത്തെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കുട്ടി നടുവിലിൻ്റെതാണ് തിരക്കഥ. എല്ലാം മികവോടെ കൂടിച്ചേർന്നപ്പോൾ ഈ കുഞ്ഞു ചിത്രം സൂപ്പർ ഹിറ്റായി. വടക്കാഞ്ചേരിയിലെ 14 കോൾ ആഴമുള്ള പൊട്ടക്കിണറിലായിരുന്നു ചിത്രീകരണം. ചിത്രം യൂട്യൂബിലെത്തിയതോടെ ഷെയറുകളുടെ പ്രവാഹമായി. പാമ്പും പാമ്പിനൊപ്പം അഭിനയിച്ച അരുൺ മാഷും താരങ്ങളായി. കഥാപാത്രത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി സാഹസികത നിറഞ്ഞ രംഗം അരുൺ മാഷ് വെല്ലുവിളിയായി ഏറ്റെടുക്കുകയായിരുന്നു. 10 മിനിറ്റ് ദൈർഘ്യമാണ് ചിത്രത്തിനുള്ളത്. നിരവധി ഹ്രസ്വചിത്രങ്ങളിൽ അരുൺ മാഷ് അഭിനയിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കുഞ്ഞു ചിത്രത്തിലൂടെ വലിയൊരു ജനകീയ അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇദ്ദേഹം. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മുസ്ലിം യൂത്ത് ലീഗ് ദളിത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ദിരാനഗർ ST കോളനിയിലായിരുന്നു വിതരണ ചടങ്ങ്.
മുസ്ലിം യൂത്ത് ലീഗ് ചെങ്കള പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദളിത് കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഇന്ദിരാനഗർ ST കോളനിയിലായിരുന്നു പരിപാടി. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PB അബ്ദുള്ള ഹാജി വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് മെമ്പറും ദളിത് ലീഗ് ജില്ലാ സെക്രട്ടറിയുമായ സദാനന്ദന് ആദ്യ ഓണക്കിറ്റ് കൈമാറി. ദളിതരായ 100 കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്യുന്നത്. അതിൽ ആദ്യം 15 പേർക്ക് വിതരണം ചെയ്തു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം മുസ്ലിം ലീഗ് ചെങ്കള പഞ്ചായത്ത് സെക്രട്ടറി BK അബ്ദുൽ സമദ് ഉദ്ഘാടനം ചെയ്തു. പാവപ്പെട്ടവരെ കണ്ട്, കാരണം നമ്മളെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അറിയാം, കോടിക്കണക്കിന് രൂപയുടെ റിലീഫ് പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പോഷക സംഘടനയായിട്ട് യൂത്ത് ലീഗും ഈ പരിപാടിയുമായി മുമ്പോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നല്ല കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം യൂത്ത് ലീഗും ഈ കഴിഞ്ഞ റമദാനിലൊക്കെ നല്ല രീതിയിലുള്ള റിലീഫ് പ്രവർത്തനം നടത്തിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. CT റിയാസ് അധ്യക്ഷനായി. ചടങ്ങിൽ P സിദ്ദിഖ് സന്തോഷ് നഗർ, മുനാവി ചെർക്കള, മുഹമ്മദ് കുഞ്ഞി കടവത്ത്, ഖാദർ പാലോത്ത്, ഹാഷിം ബംബ്രാണ, കബീർ ചെർക്കള, സുബൈർ, മനാഫ്, ഷൗക്കത്ത്, ഹാരിസ്, ഷറഫുദ്ദീൻ ബേവിഞ്ച, ബഷീർ, അഷ്റഫ്, നവാസ് എന്നിവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. M.Tech പരീക്ഷയിൽ 1ാം റാങ്ക് നേടി അണങ്കൂരിലെ ഹാഷിഫ് ഇക്ബാൽ. റാങ്ക് ജേതാവിന് KCN ന്യൂസിന്റെ അഭിനന്ദനങ്ങൾ. വില്ലേജ് ഓഫീസർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിലായിരുന്നു പരിപാടി. കാർഗിൽ വിജയോത്സവവും മുൻ സൈനികരെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. യുവ ബ്രിഗേഡ് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രമണി ചേച്ചിയുടെ നാമത്തിൽ ഹ്രസ്വചിത്രം സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയമാകുന്നു. പഞ്ചായത്ത് അധികൃതരുടെ കനിവ് കാത്ത് കുമ്പള ബസ് സ്റ്റാൻഡ് സമുച്ചയം. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നു. കടലിന്റെ മക്കൾക്ക് ഇനി ആഹ്ലാദത്തിന്റെ ദിനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.kasergodchannel.com സന്ദർശിക്കുക. നമസ്കാരം.